ഹലോ. അപ്പോൾ ഞങ്ങളിന്ന് ഒരു ട്രിപ്പ് പോയാണ്. ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പാണ്. ഞങ്ങൾ റിംഗ് ഓഫ് കെയറി പോവുകയാണ്. ഞങ്ങൾ ചുമ്മാ പുറത്തുനിന്ന് പോയിട്ട് വരാമെന്ന് ഓർത്തുകൊണ്ട് കാറിൽ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ അക്ഷയ് പറഞ്ഞു നമുക്കൊന്ന് റിംഗ് ഓഫ് കെയറി പോവാമെന്ന്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്നൊരു പാക്കിംഗ് ഒക്കെ നടത്തി. അക്ഷയ് ടോപ്പറും ഡുവറ്റും ഒക്കെ എടുത്തോണ്ട് കാണിച്ചു തരാം. അക്ഷയ് ഡിവറ്റും ടോപ്പറും ഒക്കെ എടുത്തോണ്ട് പോകുന്നുണ്ട്. കാറെ കൊണ്ട് മിക്ക ഓൾറെഡി കാറിൻ്റെ അകത്ത് കയറ്റി ഇരുത്തിയേക്കുവാണ്. ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ കാറിൻ്റെ അകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞ് തീരുമാനിച്ചതാണ്. എന്തായാലും എന്നാൽ 6 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി. ജസ്റ്റ് ഒരു ഡ്രൈവ് റിംഗ് ഓഫ് കെയറി ഒന്ന് കണ്ടിട്ട് വരാമെന്ന് ഓർത്തുകൊണ്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചു. അക്ഷയ് ഡിക്കി അടച്ചു. മിക്ക ഓൾറെഡി ഇതിൻ്റെ അകത്ത് കയറി സെറ്റായി സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് ഇരിക്കുക. ഞാൻ കാണിച്ചു തരാം. മിക്കു ഓക്കെ ആണോ ട്രിപ്പ് പോവാൻ? ഓക്കെ, മിക്കു ഡബിൾ ഓക്കെ ആണ്. അപ്പോൾ നമുക്ക് ഓൺ ദ വേ കാണാം. അപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്തു. ഞങ്ങൾ എക്സ്റ്റേറ്റിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുവാണ് മെയിൻ റോഡിലോട്ട്. ഇപ്പം സമയം ഒരു 1:16 ഞങ്ങൾ ജസ്റ്റ് ഞങ്ങൾ എക്സ്റ്റേറ്റിൽ നിന്ന് ഇറങ്ങുക കേട്ടോ. ഞങ്ങൾ മെയിൻ റോഡിലോട്ട് ഇറങ്ങുവാണ്. പോകുന്ന വഴി ഞങ്ങൾക്ക് പെട്രോളൊക്കെ അടിക്കാനുണ്ട്. അതിൻ്റെ കുറച്ച് ഡിലേ ഒക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ ചെറിയൊരു ടൗണിലോട്ട് കയറിയിരിക്കുകയാണ്. ഏത് ടൗൺ ആണെന്ന് നമുക്കറിയില്ല. കോർക്കിലേതോ ഒരു ചെറിയൊരു ടൗൺ ആണ് കേട്ടോ. കോർക്ക് എത്തിയില്ല, പക്ഷെ നമ്മൾ ലിമറിക്ക് കൗണ്ടി വിട്ടു. കോർക്കിലോട്ട് കയറി, കോർക്കിലെ കൗണ്ടിയിലോട്ട് കയറി. അതെ, നമുക്കൊരു സർക്കിൾ കെ അവിടെ കാണാമെന്ന് അക്ഷയ് പറയുന്നുണ്ട്. എനിക്കും കാണാൻ പറ്റുന്നുണ്ട് ഒരു റെഡ് നിറത്തില്. തൊട്ടപ്പുറത്ത് ലിഡിലുണ്ട്. കുറെ കാറിന്റെ ഷോറൂംസ്. അത്യാവശ്യം വലിയൊരു സിറ്റിയാന്ന് തോന്നുന്നു. രണ്ട് സൈഡിലും കാറിന്റെ ഷോറൂം ആണ് കേട്ടോ. അപ്പൊ അതെ, അക്ഷയ് ഇവിടുന്ന് സർക്കിൾ കെ, ഇതാണ് പമ്പ്. നമ്മൾ സ്ഥിരമായിട്ട് സർക്കിൾ കെയിലാണ് അടിക്കാറുള്ളത് കേട്ടോ. ഡീസല്. ഇവിടെ ഒരു സെൻട്രയുണ്ട്. നമുക്ക് എന്തെങ്കിലും സ്നാക്സ് എന്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കണമെങ്കിൽ ഇവിടെ എല്ലാ പമ്പിലും ഉണ്ട് കേട്ടോ. എല്ലാ പമ്പിലും ഒരു സെൻട്രയോ അല്ലെങ്കിൽ ഒരു സ്പാറോ അങ്ങനെ എന്തെങ്കിലും മാക്സോളോ ഒരു ഷോപ്പ് ഉണ്ടാവും. അപ്പം നമുക്ക് പെട്രോൾ അടിക്കാം, എന്തെങ്കിലും സ്നാക്സോ എന്തെങ്കിലും കഴിക്കാൻ മേടിക്കണമെങ്കിൽ അങ്ങനെയോ നമുക്ക് മേടിക്കുകയും ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പെട്രോൾ അടിച്ച് ഡീസൽ മേടിച്ച്. നാട്ടിൽ ഞങ്ങൾ പെട്രോൾ അടിച്ചോണ്ടിരുന്നത് പെട്രോൾ കാറായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ വായിൽ പെട്രോളെന്ന് വരത്തുള്ളൂ. അപ്പം അതേ നമ്മൾ പെട്രോൾ അടിക്കാൻ പോവാണ് കേട്ടോ. ഇതുണ്ടോ, നമ്മൾ കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ട് അങ്ങനെ വേണം ഡീസൽ അടിക്കാനായിട്ട്. സ്വന്തമായിട്ട് എത്ര ലിറ്റർ അടിക്കണമെന്ന് വെച്ചാൽ അതന്നെ. അതെ, ഇവിടെ ആ ഗ്രീൻ നിറത്തിലുള്ളതാണ് പെട്രോള്. അക്ഷയ് ഇപ്പോൾ എടുത്ത ബ്ലാക്ക് നിറത്തിലുള്ളത് ഡീസലും. നമ്മളിവിടെ സ്വന്തമായിട്ട് ഡീസൽ അടിച്ച് സ്വന്തമായിട്ട് പോയി ബില്ലടിക്കണം. ഞാൻ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തരാം കേട്ടോ. അക്ഷയ് ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ആരും അങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊന്നുമില്ല. നമ്മൾ സ്വന്തമായിട്ട് വേണം എല്ലാം ചെയ്യാനായിട്ട്. മിക്കു, ഞാനിപ്പം പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ മിക്കു അകത്ത് കിടന്ന് വണ്ടിക്കകത്ത് കിടന്ന് നല്ല ബഹളം ഉണ്ടാക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അവൾക്കും ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാനും അക്ഷയും പുറത്തിറങ്ങിയല്ലോ. വെയിറ്റ് എഴുതി കാണിക്കും.
ഇത് കണ്ടോ റേറ്റും ലിറ്റർ എഴുതി കാണിക്കും. എത്ര ലിറ്റർ ആണെന്നുള്ളത് നമുക്ക് എഴുതി കാണിക്കും. ആ നമ്പർ ചെന്നകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ ഇതിന്റെ മേളിൽ നമ്പർ ഉണ്ട്. അതുണ്ടോ 11, നമ്മുടെ നമ്പർ 11 ആണ്. അപ്പുറത്ത് 12 കാണിക്കുന്നുണ്ട്. അപ്പം അക്ഷയ അപ്പം ബില്ലൊക്കെ പേ ചെയ്തിട്ട് വന്നു. നമുക്ക് 69 euro ആയി ഡീസൽ അടിച്ചതിന്. എത്ര ലിറ്റർ അടിച്ചു അക്ഷയ? 41.16 ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. 41 ലിറ്ററിന് 69 euro ആയി. ഇവിടെ അക്ഷയ എപ്പോഴും പറയാറുണ്ട് പെട്രോളിനും ഡീസലിനും നമ്മുടെ ഇന്ത്യയിലെ വെച്ച് കമ്പാരിറ്റീവ്ലി റേറ്റ് കുറവാണ്. നമുക്ക് ഭയങ്കര കുറവാണ്. കമ്പാരിറ്റീവ്ലി ഓൾമോസ്റ്റ് സെയിം ആണ്. ഇവിടെ 1 ലിറ്ററിന് ഇപ്പൊ പറയാം റേറ്റ്. ഇപ്പൊ പറയാട്ടോ, പുറത്തിറങ്ങി ചെക്ക് ചെയ്യട്ടെ. 1 ലിറ്റർ 1 ലിറ്റർ ഡീസലിന് 169 സെന്റാണ്. 169 സെന്റ് എന്ന് പറയുന്നതിനും 90 അവിടെ കെ എന്ന് പറയുന്ന ബോർഡ് കണ്ടോ? അതാണ് സർക്കിൾ കെയുടെ സിമ്പിളാണ്. 150 രൂപയ്ക്ക് എഴുതിയിട്ടുണ്ട്. പെട്രോളിന്റെ ഡീസലിന്റെ ഒക്കെ വില എഴുതിയിട്ടുണ്ട്. 150 രൂപയ്ക്ക് അടുത്ത് വരും. അത് കാണിച്ചു കൊടുത്തേ. ഇവിടെ 150 രൂപയ്ക്ക് അടുത്ത് വരും ഡീസലിന്. പെട്രോളിന് 150-ന് പകരം ഒരു 155 രൂപയ്ക്ക് അടുത്ത് വരുമായിരിക്കും. 155 രൂപയ്ക്ക് അടുത്ത് വരും. 155-160 രൂപയ്ക്ക് അടുത്ത് വരും ഡീസലിന് വില. അല്ല, പെട്രോളിന് വില. In 100 meters, you will arrive at your destination. രണ്ട് സൈഡിലും നോക്കി ഷോപ്പുകളും ആൾക്കാരിരുന്ന് കഴിക്കുന്നതും ഒക്കെ നമുക്ക് കാണാം. അത് എവിടെയിരുന്ന് പബ്ലിക്കായിട്ടിരുന്ന് ബിയറടിക്കുന്നതും വെള്ളമടിക്കുന്നതും ഒക്കെ നമുക്ക് കാണാം. റെസ്റ്റോറൻറ്റും കാര്യങ്ങളും ഒക്കെയാണ് രണ്ട് സൈഡിലും. You have arrived. അതെ, ഗൂഗിളിൽ നമ്മൾ അറൈവ് ചെയ്തു, നമ്മൾ എത്തിയെന്ന് അവർ പറഞ്ഞു. ഇനി എന്താ നമുക്ക് നോക്കാം ഇവിടെ എന്താ കാണാനുള്ളതെന്ന്. അതെ, ഇതൊരു നല്ല വലിയൊരു ടൗണാണ്. അപ്പോൾ നമ്മൾ കെൻമേർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ എത്തിയത്. നമ്മളിപ്പോൾ കുറച്ച് നേരം വണ്ടി ഒരു 10 മിനിറ്റ് നിർത്തി റെസ്റ്റ് എടുത്തതാണ്. ഇത്ര നേരം ഡ്രൈവ് ചെയ്തതല്ലേ. അപ്പോൾ ഇവിടെ നിന്നാണ് റിംഗ് ഓഫ് കെറി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം മൊത്തം റിംഗ് ഓഫ് കെറി ഡ്രൈവ് ചെയ്യാൻ ഏകദേശം ഒരു 3 മണിക്കൂർ എടുക്കും. എന്ന് വെച്ചാൽ ഫുള്ള് ഡ്രൈവാണ് അതിൻ്റെ. അപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ട് നമ്മൾ അതിലെ സ്ഥലങ്ങളൊക്കെ കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്ര ദൂരം നമുക്ക് പറ്റുന്നറിയില്ല. നമ്മളെ മാക്സിമം നമ്മൾ ശ്രമിക്കും. ഇപ്പം സമയം 5 മണിയായി. എന്തായാലും സൺലൈറ്റ് പോകുന്നതിന് മുന്നേ നമുക്ക് എന്തായാലും കാണണം എന്നുള്ള ഉദ്ദേശത്തിലാണ് എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്തു റിംഗ് ഓഫ് കെറിയിലോട്ടുള്ള ഇത്. കാരണം ഇവിടുന്ന് തൊട്ട് തുടങ്ങുകയാണ് ശരിക്കും റിംഗ് ഓഫ് കെറിയിലേക്കുള്ള യാത്ര. ഇവിടുത്തെ വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ബീച്ച് സൈഡിലോട്ടുള്ള റോഡാണ്. നമ്മുടെ കോസ്റ്റൽ റോഡ്സ് പറയണവര് തന്നെ അങ്ങനത്തെ റോഡ്സ് കൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ റിംഗ് ഓഫ് കെറിയിലോട്ട് എൻട്രി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇതാണ് റിംഗ് ഓഫ് കെറി. ഈ സ്ഥലത്തിനാണ് നമ്മൾ വൈൽഡ് അറ്റ്ലാന്റിക് വേ എന്നാണ് ഇതിന് പറയുന്നത്. ഇത് റിംഗ് ഓഫ് കെറി ഒരു കംപ്ലീറ്റ് റോഡാണ്. നമ്മൾ പറഞ്ഞല്ലോ, റിംഗ് പോലെയുള്ള റോഡാണ് കെറിയിലുള്ള. കെറി എന്നാണ് കൗണ്ടിയുടെ പേര്. സോ അവിടെ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ബീച്ചാണ്, റൈറ്റ് സൈഡിൽ ഫുൾ മൗണ്ടൻസ് ആൻഡ് ഫോറസ്റ്റ് ഒക്കെ പോലെയാണ്. വി ക്യാൻ ഗോ. എന്നിട്ട് ഇതിൻ്റെ നടുക്കോടെ ഈ മൗണ്ടൻ്റെയും ബീച്ചിൻ്റെയും നടുക്കോടെ ചേർന്ന് റോഡ് പോകുന്നതാണിത്. അപ്പോൾ നമ്മളിപ്പോൾ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ പോകുന്നത്. ലെഫ്റ്റ് സൈഡിലാണ് ബീച്ച്. കാണിച്ചു തരാം കറക്റ്റായിട്ട്. സൈഡിൽ ഫ്രണ്ടിൽ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ബീച്ചാണ്. ബീച്ച് കയറി കിടക്കുന്നതാണ് ഫ്രണ്ടിലോട്ട്. Wow, beach. Not beach, but it's ocean. It's ocean. Right side mountain. Okay, right side mountain. ഈ സൈഡില്
ബീച്ചും ഈ സൈഡിൽ നമുക്ക് മൗണ്ടൈനുമാണ്. മൊത്തം പാറക്കെട്ടുകളും കാര്യങ്ങളും ഒക്കെ. നടുക്കൂടെ റോഡും. ഒരു സൈഡില് ബീച്ച്, ഒരു സൈഡില് വലിയ പാറക്കെട്ടുകളൊക്കെ, നടുക്കൂടെ റോഡ്. നേരെ താഴെ ബീച്ചാ, ചെറിയൊരു ഇത്. പുല്ല് നിൽക്കുന്നതോട് നമുക്ക് അത്ര പേടിയാവും തോന്നുന്നില്ല. അല്ലെങ്കിൽ നേരെ താഴെ നമ്മുടെ ബീച്ച്, ഈ മതിലിന്റെ താഴെ ബീച്ചാണ്. ബീച്ച് എന്ന് പറയുമ്പോൾ ബീച്ചല്ല, അത് നേരെ കടല് കയറി കിടക്കുവാണ്. ബീച്ചായിട്ടില്ല. കാണാമോ? നല്ലൊരു ബ്യൂട്ടിഫുൾ ഏരിയയിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പുറകില് മലയും ചെറിയ മഞ്ഞ് മൂടിയതും നടുക്കൊരു ചെറിയ സിറ്റിയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അടിപൊളി ആംബിയൻസ് ആണ്. എവിടെ പോയാലും ബാറാണ്. എല്ലാ സ്ഥലത്തും ഒരു ബാറുണ്ട്. വീക്കെൻഡ് ആയതുകൊണ്ട് എല്ലാവരും ഇത് കണ്ടുപിടിക്കാൻ പോയിക്കൊണ്ടിരിക്കുക. അവരുടെ മെയിൻ പരിപാടി വീക്കെൻഡിൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. വണ്ടി സ്റ്റേ ചെയ്ത സ്ഥലം നമുക്ക് കൂടി അങ്ങനത്തെ സ്ഥലം നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. എത്ര വണ്ടികൾ, ഒരു ക്യാരവൻ വന്നാണ് നോക്കി. ക്യാരവനിൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ക്യാരവൻ കൊണ്ടിട്ട് അതിലവർ സ്റ്റേ ചെയ്യും. സൈക്കിളുണ്ട് ക്യാരവൻ, എൻജോയ് ചെയ്യും, സൈക്ലിങ്ങിന് പോകും, കാര്യങ്ങളൊക്കെ കാണും, എല്ലാം ചെയ്യും അവര്. ചിലർ റെന്റിന് എടുത്തിട്ട് വരും. വണ്ടിയുടെ ബാക്കിൽ കണക്ട് ചെയ്തിടാൻ പറ്റും. അതിനുള്ള പ്രത്യേക ലൈസൻസ് എടുക്കണം. നമ്മൾ ഫുൾ ലൈസൻസ് ആയതിനു ശേഷം 2 കൊല്ലം നമുക്ക് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനത്തെ ട്രാക്ടർ എന്നൊക്കെ പറയും, നമ്മൾ വലിച്ചുകൊണ്ട് പോകാൻ പറ്റും. ആ സാധനം വാങ്ങിച്ച് നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ കണക്ട് ചെയ്തിട്ട് അത് വലിച്ചുകൊണ്ട് പോകാം. അതിനുള്ള ലൈസൻസ് വേറെ എടുക്കണം. നമ്മൾ സിറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അടുത്ത സ്ഥലം എത്തുമ്പോൾ കാണിച്ചു തരാം. റിംഗ് ഓഫ് കെറിയുടെ ഒരു പാട്ടാണ് കേട്ടോ ഇത്. ഈ സൈഡിൽ നമുക്ക് കടലിൻ്റെ ഒരു ഭാഗമാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതേസമയം നമ്മുടെ ഇത് റോഡ് ഈ സൈഡിൽ ഫുള്ള് നമുക്ക് പാറക്കെട്ടുകളാണ്. പാറകളാണ്. ശരിക്കും മലയ്ക്ക് വട്ടം വെക്കുകയാണ്. അതെ, ഈ സൈഡിൽ കൂടെ പോയി ഈ മലയുടെ അപ്പുറ സൈഡ്. അതെ, ഇത് നല്ല അപ്പുറ സൈഡിലും റോഡുണ്ട്. അടിപൊളി ഒരു ഏരിയയാണ്. ഇത് ആക്ച്വലി 172 കിലോമീറ്റർ ഉണ്ട് ഈ റോഡ്. റിംഗ് ഓഫ് കെറി എന്ന് പറയുന്നത് 172 കിലോമീറ്റർ റൗണ്ട് അടിക്കുന്നതാണ്. നടുക്ക് പാറയ്ക്കും ഈ കടലിനും ചുറ്റും. നമ്മൾ ആ കാണുന്നത് ക്യാരവൻ ക്യാമ്പിംഗ് സെൻറ്റർ ആണ് കേട്ടോ. ക്യാരവനിൽ ആൾക്കാർ വന്നിട്ട് അവരിവിടെ സ്റ്റേ ചെയ്യും, ക്യാരവനിൽ തന്നെ. അങ്ങനെ ഒരു ക്യാമ്പിംഗ് സെൻറ്റർ ആണിത്. ഒരു ബീച്ചാണ് കേട്ടോ. ആൾക്കാർ സ്റ്റേ ചെയ്യുന്നത്. Yes, that's beach, Mishku. Yes, I like beach. You like beach? I want to go beach. Yeah. ഭയങ്കര സന്തോഷമായി. I did it. I found a beach. You found a beach? Yes. നീ ആര് വാസ്കോഡ ഗാമയെ ബീച്ച് കണ്ടുപിടിക്കാൻ? I died. I found a beach. Found a beach? I found a beach. No parking any. I found a beach. Yes,
കണ്ടോ കാരവൻ പാർക്കിംഗ് ഉണ്ട്, കാരവൻ പാർക്കിംഗ് ഉണ്ട്. കാരവൻ പാർക്കിംഗ് ആണ് ഇതൊക്കെ ഉള്ളത്. എനിക്ക് ബീച്ച് കളിക്കണം. അയ്യോ വണ്ടി പാർക്കിംഗ് ഇല്ല, ബീച്ച് പൈസ കൊടുത്ത് കയറ്റിയിരുന്നതാണ്. ക്യാമ്പ് ചെയ്യാൻ പറ്റും, നമുക്ക് വേണമെങ്കിൽ പൈസ കൊടുത്ത് ഇവിടെ കയറ്റിയിരുന്ന് പാർക്ക് ചെയ്യാം. ഇതിൻ്റെ നമ്മളിതേ ഒരു ബീച്ചിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ബീച്ച്, ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് ഇവിടുത്തെ, നീല കളറിൽ. മിക്കുതേ ബീച്ച് കണ്ടപ്പോഴത്തേക്കും മിക്കുതേ ചാടി ഇറങ്ങി. അമ്മ എനിക്ക് വേറെ ഉടുപ്പൊന്നും എടുത്തിട്ടില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആൾ വിചാരിച്ച് ബീച്ചിൽ ഇറങ്ങുമായിരിക്കും, വെള്ളത്തിൽ ഇറങ്ങുമായിരിക്കുന്നു. പക്ഷെ ഞങ്ങൾ എന്തായാലും വെള്ളത്തിൽ ഇറങ്ങാനൊന്നും തീരുമാനിച്ചിട്ടില്ല. അടിപൊളി. ദേ ആ കാണുന്ന വൈറ്റ് കളറിൽ കാണുന്ന കാരവൻ ക്യാമ്പിംഗ് സ്റ്റേഷനാണ് കേട്ടോ. ഇങ്ങനെ ആളുകൾ കാരവനിൽ വന്നിട്ട് ക്യാമ്പ് ചെയ്ത് അവർ ബീച്ചൊക്കെ എൻജോയ് ചെയ്ത് സ്റ്റേ ചെയ്തിട്ട് പോകുന്ന. ഞാൻ അങ്ങോട്ട് അടുത്തോട്ട് ചെന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അത് ടെന്റ് അടിച്ചിട്ടുണ്ട്, കാരവനോട് ചേർന്ന് തന്നെ ടെന്റ് അടിച്ച് സ്റ്റേ ചെയ്യുന്നവരുണ്ട്. ചിലപ്പോൾ വലിയ ഫാമിലിയൊക്കെ ആയിരിക്കും കാരവനിൽ വന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, കെട്ടി വലിച്ചുകൊണ്ട് വരുന്നു, കാറിൻ്റെ ബാക്കിൽ കെട്ടി വലിച്ചു വരുന്നു തന്നെ ആ ടൈപ്പ് കാരവനാണത്. അപ്പോൾ വണ്ടിയില്ല, അതവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട്, അതോ ഇവിടെ റെൻറ്റിന് കിട്ടുന്നതാണെന്ന് അറിയത്തില്ല. ചിലപ്പോൾ ഇതിവിടെ ഉള്ളതായിട്ട് ആൾക്കാർ വന്ന് സ്റ്റേ ചെയ്യുന്നതായിരിക്കും, എന്താണെന്ന് നമുക്കറിയത്തില്ല. എനിവേസ് നമുക്ക് അടുത്തുനിന്ന് പോയി ചെക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ ബീച്ച്. നമ്മൾ ബീച്ചിലെ കരയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടില്ല. ഇവിടെ പിള്ളേര് കളിക്കുന്നൊക്കെ ഉണ്ട്. മിക്ക കളിക്കാനായിട്ട് പോവുകയാണ്. ഇത് കാരവനിലെ ആൾക്കാർ വന്ന് താമസിച്ച് സ്റ്റേ ചെയ്ത് അവര് ടെന്റൊക്കെ അടിച്ച് ഗ്രില്ലൊക്കെ അടിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കിയാണ് അവര് ഇവിടെ സ്റ്റേ ചെയ്യുന്നത്, എൻജോയ് ചെയ്ത്. അടിപൊളി ഒരു ബീച്ചാണ് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു എന്തായാലും. കളർ നോക്കി വെള്ളത്തിന്റെ. ഇത് ആക്ച്വലി അയർലൻഡിന്റെ ഒരു കോർണറാണ് ഈ റിംഗ് ഓഫ് കെറി എന്ന് പറയുന്നത്. ഓക്കെ റിംഗ് ഓഫ് കെറി എന്ന് പറയുന്നത് അയർലൻഡിന്റെ ഒരു കോർണറാണ്. നമ്മളിപ്പോൾ എറണാകുളം കടൽ തീരമാണല്ലോ, മറ്റേ ഇന്ത്യയുടെ ഒരു ബോർഡർ എന്ന് പറഞ്ഞ മാതിരി ഈ 174 കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്യുന്നതും ഈ അയർലൻഡിന്റെ ഒരു കോർണറിൽ കൂടെയാണ്. അയർലൻഡ് ആക്ച്വലി ഐലൻഡ് ആണല്ലോ, ഐലൻഡിന്റെ ഒരു സൈഡ്, ഒരു ഫുൾ സൈഡാണ് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെല്ലടി അമ്മ വെള്ളത്തിലിറങ്ങും, ചെല്ലേ. Come with me. അപ്പോൾ നമ്മൾ ബീച്ചിൽ നിന്ന് വണ്ടി എടുത്തു. നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. നമ്മുടെ ഫ്രണ്ടിൽ 2 റൈഡേഴ്സൊക്കെ പോകുന്നുണ്ട്. അപ്പുറത്തെ സൈഡിൽ വലിയ മലയും അതിൻ്റെ താഴെ കുഞ്ഞു വീടുകളൊക്കെയാണ്. ആക്ച്വലി എനിക്ക് തോന്നുന്നു റിംഗ് ഓഫ് കെറി ഫുൾ ഇങ്ങനെ റൗണ്ട് അടിച്ച് കാണുന്ന ആൾക്കാരാണ്. ഇവർ രാവിലെ തൊട്ട് റൗണ്ട് അടിക്കാൻ തുടങ്ങിയതാണെന്ന് തോന്നുന്നു എനിക്കെങ്കിലേ ഇത് തീരത്തുള്ളൂ. ഇവര് മറ്റേ കാരവന്റെ ബാക്കിൽ സൈക്കിൾ കെട്ടിക്കൊണ്ട് വരും. എന്നിട്ട് ഒരു കാരവനോട് പാർക്ക് ചെയ്തിട്ട് സൈക്കിൾ എടുത്ത് ചവിട്ടി തുടങ്ങും റോഡ് സൈഡിൽ കൂടെ.
അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ സൈക്കിൾ പാത്ത് ഉണ്ട്, റോഡിന്റെ സൈഡിൽ വേറെ സൈക്കിൾ പാത്ത് ഉണ്ടാവും. ഇവിടെ അങ്ങനെ ഇല്ല. ഇപ്പോൾ റോഡിൽ കൂടെയാണ് ഇവിടെ സൈക്കിൾ ഓടുന്നത്. ഇതൊരു കൈൻഡ് ഓഫ് ഇവരുടെ ഹോബിയാണത്. ഒന്ന് എവിടെ സ്റ്റേ ചെയ്യുക, അവിടെ നിന്ന് പിന്നെ സൈക്കിൾ ഓടി പോകുക എന്നുള്ളത്. നമ്മളൊരു വലിയ മലയുടെ താഴെയാണ് ഇപ്പോൾ. പിന്നെ മുകളിൽ കൂടെ നടക്കുന്ന വഴിയുണ്ട്, നമുക്ക് കാണാൻ പറ്റത്തില്ല കറക്റ്റായിട്ട്. അവിടെ ഇങ്ങനെ കോലാണോ കമ്പിയാണോ എന്തോ സാധനം ഇങ്ങനെ വഴി തിരിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിടിച്ച് പോകാനൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ബോർഡർ തിരിച്ചേക്കണമായിരിക്കാം, എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ അങ്ങനെ സംഭവമുണ്ട്. You've been driving continuously for more than 4 hours. Please take some rest. സമയം 6 മണിയായി. നമ്മൾ 1 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത റൈഡാണ്. നമ്മളൊന്നും ആയിട്ടില്ല, റിംഗ് പകുതി പോലും ആയിട്ടില്ല. ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്തായാലും നോക്കാം. ഹോട്ടലാണോ റിസോർട്ടാണോ വീടാണോ എന്താണെന്ന് മനസ്സിലാവുന്നത്. എന്ത് രസമല്ലേ നോക്കി കാണിച്ചിട്ട് തരിക കേട്ടോ. അടിപൊളിയല്ലേ. ചെറിയ മഴ തോന്നുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാവോ ഒരു മഴവില്ല്? അവിടെ ഒരു മഴവില്ല്. ആ ഇവിടെ എപ്പോഴും എല്ലായിടത്തും തന്നെയും കാണാൻ പറ്റും കേട്ടോ ഈ മഴവില്ല്. ഇതൊരു അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന്. പാർക്ക് ചെയ്തിട്ട് കടലില് അടിപൊളി ഒരു വ്യൂ ആണ്. താഴെ കുതിരയും പശുവും ഒക്കെ കൊണ്ട് കേട്ടോ. അത് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാം ചെറുതായിട്ടാ കാണാൻ പറ്റുന്നുള്ളൂ. ഞങ്ങളിപ്പോ ഈ മലയുടെ പൊക്കത്ത് നിന്നിട്ടായത് എടുക്കുന്ന ഈ വ്യൂ കാണുന്നത്. മിക്കു ആക്ച്വലി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ബാക്കിൽ കണ്ടോ വലിയൊരു പാറക്കെട്ടോ. ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഇതിന്റെ ഒരു സൈഡില് പാറക്കെട്ടും നടുക്ക് റോഡും അതിന്റെ താഴെ ഈ കടലിന്റെ ഭാഗമാണ്. എങ്ങനെ നീന്തണോ? അങ്ങനെ കടലിൽ നീന്തലേ പൂടാണ്. അയ്യോ നീന്താൻ പറ്റില്ല, കടലിൽ നീന്താൻ പറ്റില്ല കേട്ടോ. അങ്ങ് എടുത്ത വണ്ടി നോക്കി മലയിലൊരു മരം പോലും ഇല്ല. പറയല്ലേ നമുക്കും ഫ്യൂച്ചറിൽ ഒരു കാരവൻ വാങ്ങിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്ത് കിടക്കാലോ, അവിടെ ക്യാമ്പിംഗ് ഒക്കെ സെറ്റപ്പ് ചെയ്യാലോ. ഈ ചെമ്മരിയാടൊക്കെ നിൽക്കണതാണ്. ചെമ്മരിയാടുകൾ റൈറ്റ് സൈഡിൽ. നമ്മളൊരു ചെറിയ സിറ്റിയിലോട്ട് എൻ്റർ ചെയ്തേക്കുവാണ്.
ചെറിയ സിറ്റി അല്ല, വലിയ സിറ്റിയാണ്. വലിയ സിറ്റിയാന്ന് തോന്നുന്നു. കണ്ടപ്പോ ചെറുതാന്ന് തോന്നി എൻട്രി എടുത്തപ്പോ. ഇവിടെ കണ്ടിട്ട് ഒരു ചെറിയ ബീച്ചൊക്കെ ഉണ്ട്. ഇവിടെ ക്ലിഫ് പോലെയാണ്, വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ മറ്റേ ഇതുണ്ട്, ക്യാരവൻ സ്റ്റേ ചെയ്യുന്ന ആൾക്കാർക്ക്. In 300 meters, turn left to stay on Camping Ring of station Kerry, അവിടെയുണ്ട്. N70. ക്യാരവൻ സ്റ്റേ സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇറങ്ങി നടക്കാനുള്ള സൗകര്യമുണ്ട്, പക്ഷെ വണ്ടി പാർക്ക് ചെയ്യണമാണ് എനിക്ക് പ്രശ്നം. Turn left to stay on Ring of Kerry, N70. അപ്പോൾ അതേ നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിൽ വണ്ടി നിർത്തി. ദേ ഇതാണ് നെക്സ്റ്റ് സ്പോട്ട്. ഇത് നല്ല അടിപൊളി സ്പേസാണ്. ഇവിടെ ഒരു ചെറിയ ബീച്ചും ഷോപ്പുകളും തൊട്ടടുത്ത് ഷോപ്പും കാരവാൻ ക്യാമ്പിംഗ് സ്റ്റേഷനും ഒക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട്. അതെ, ഈ ടൗണിൻ്റെ പേര് വാട്ടർ വില്ലേ എന്നാണ് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. ഇവിടെ ഒരാൾ നിപ്പുണ്ട്. ചാർലി ചാപ്ലിനാണോ? ഇവിടെ ഒരാൾ നിപ്പുണ്ട്, വടിയൊക്കെ കുത്തി നിപ്പുണ്ട്. Charlie Chaplin. Who is this? Chaplin. What happened? Wow, beautiful sky. Let's go out. Yeah, let's go there. നമ്മൾ ആ ബീച്ചിൻ്റെ സൈഡിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു പാത്ത് വേ ഒക്കെ ഉണ്ട് അങ്ങോട്ട് പോകാനായിട്ട്. എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടല്ലേ ഇവിടെ കിടക്കണത്. പക്ഷെ ബീച്ചിന്റെ സൈഡിൽ നിന്നുള്ള ഒരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഈ ചെളിയുടെ ഒക്കെ ഒരു മണം. ഒരു അതെ, ചെളിയുടെ ഒരു മണമാണ് വരുന്നത്. ആ പാഴിയുടെ മണമാണ് വരുന്നത്. ഇവിടെ ഒരുപാട് കല്ലുകൾ കിടപ്പുണ്ട് കേട്ടോ. അടിപൊളി. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഇവിടെ എന്താണെന്ന് നമുക്ക് നോക്കാം. അക്ഷയ് മിക്കു ഫ്രണ്ടിൽ പോയി. ഞാൻ അവരുടെ ഒപ്പം ഓടിയെത്തട്ടെ. ഇവിടെ നമുക്ക് സൈഡിലിരുന്ന് ബീച്ച് എൻജോയ് ചെയ്യാം കേട്ടോ. അതിനുള്ള സെറ്റപ്പൊക്കെ അവരുണ്ടാക്കിയിട്ടുണ്ട്. ചെയറും ടേബിളൂടെ കൂടി. ആ അതേ, അങ്ങേ അറ്റത്ത് കണ്ടോ ഒരു ബ്ലൂ കളറിലുള്ള ടെൻറ്റ് കണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അവിടെ ആൾക്കാർ ടെൻറ്റൊക്കെ അടിച്ച് സ്റ്റേ ചെയ്യുന്നതാണ്. ഇതുണ്ടോ ഒരുപാട് കല്ലുകൾ കിടക്കുന്നുണ്ടോ? നല്ല ഭംഗിയുള്ള കല്ലുകൾ, നല്ല ക്ലീൻ ആയിട്ടുള്ള കല്ലുകളാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല ഷേപ്പിലുള്ളത്, ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞൊന്നുമല്ല, നല്ല ഷേപ്പിലുള്ള കല്ലുകളാണ് കേട്ടോ. ദേ ഇവിടെ മിക്കു അക്ഷയും കൂടെ ഓരോ സ്റ്റോണൊക്കെ എടുത്തിട്ടുണ്ട്. ഒരെണ്ണെടുത്ത് വീട്ടിൽ കൊണ്ടുപോയാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. ഈ ആർട്ട് വർക്കൊക്കെ നന്നായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഇതിലൊക്കെ ചെയ്യാൻ നല്ല നല്ല ഷേപ്പിലുള്ള കല്ലുകളാണ് ഇവിടെ കിടക്കുന്നത്. കണ്ടോ? ഇവിടെ കല്ലുകൊണ്ട് അവർ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് റൗണ്ടില്.
കല്ലടുക്കി വെക്കും അവർ. അവരിപ്പോഴും കല്ലടുക്കിക്കൊണ്ടിരിക്കുക. കല്ല് മൊത്തം അടുക്കി തീർത്തിട്ടാണോ വരുവുള്ളൂ പക്ഷേ? ഇതാണ് ഞാൻ പറഞ്ഞ ആൾക്കാർ സ്റ്റേ ചെയ്യാനായിട്ട് ടെൻ്റൊക്കെ അവരടിക്കുന്നുണ്ട്. ഒരു ബ്ലൂ നിറത്തിൽ നിങ്ങൾക്ക് കാണാമോ, അവരവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ടെൻ്റ് കെട്ടാനുള്ള പരിപാടി അവർക്ക് അവിടെ സ്റ്റേ ചെയ്യാനാണെന്ന് തോന്നുന്നു. നമുക്ക് കുറച്ച് മുന്നോട്ട് നടക്കാം, ബാക്കി എന്തൊക്കെ അവിടെ ഉണ്ടെന്ന് നോക്കാം. ഒരുപാട് ആളോ ബഹളമൊന്നും ഇല്ല കേട്ടോ, ഭയങ്കര കാം ആൻഡ് ക്വയറ്റാണ്. ഒത്തിരി ആളുകളൊന്നുമില്ല. നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കാം, എൻജോയ് ചെയ്യാം. നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം. റിംഗ് ഓഫ് കെറിയിൽ ആൾക്കാർ കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് റിംഗ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഒരു കുഞ്ഞി റിംഗ് ആൾക്കാർ ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഇവിടെ കിടക്കുന്ന ആ കല്ലുകൾ കൊണ്ട്. എന്തായാലും കൊള്ളാം. അത്യാവശ്യം വലിയൊരു റിംഗ് തന്നെയാണ് കേട്ടോ. എന്തായാലും നല്ലൊരു കലാപരിപാടിയാണ് ചെയ്തു വച്ചേക്കുന്നത്. Niku, come here. ഇത് 1914 വേൾഡ് വാർ 1 മരിച്ച ആൾക്കാരുടെ പേരാണ് ഇവിടെ എഴുതിയത്. അവരുടെ മെമ്മറിയായിട്ട് റിമെമ്പേഴ്സായിട്ട് എഴുതിയിരിക്കുന്ന ഒരു ബോർഡാണ് കൊടുക്കുന്നത്. മരിച്ച ആൾക്കാരുടെ പേരിൽ അവിടെ വളരെ ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു പ്ലേസാണ്. നമ്മൾ കണ്ടായിരുന്നു പ്ലേസ് ഓപ്പൺ ആയത് 1993 പബ്ലിക്കിനായിട്ടൊക്കെ. ഇത് കണ്ടോ, ഒരു ചെറിയൊരു കെട്ടിടം അത് പണിതേക്കുന്ന കണ്ടോ, ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, കല്ലാണ്. കല്ലിങ്ങനെ അടുപ്പിച്ച് വെച്ചാണ് അത് പണിതേക്കുന്നത്. കണ്ടോ, ഒരു വെറൈറ്റി. ഈ
ഫുള്ള് കല്ലിങ്ങനെ അടുപ്പിച്ച് വെച്ചേക്കുന്നു. ഇരുമ്പിന്റെ ഷീറ്റ് കുറെ വെച്ചേക്കും ഇവിടെ വെക്കാനായി. കണ്ടോ? കോസ്റ്റ്ലി അല്ല, ഒരുപാട് കോസ്റ്റ്ലി അല്ല, കോസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ട്. അതെ, ദേ മണ്ണെന്തോ ഇട്ടോണ്ട് പോകും. പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് ഇവിടെ വന്നോ. കോസ്റ്റ് എഫക്റ്റീവായിട്ട് അവർ പണിതുവാ. ഇത് നടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വണ്ടി എടുത്തു, നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ഹലോ, അപ്പം നമ്മൾ ആ സ്പോട്ടിൽ നിന്ന് പോന്നു, നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോവുകയാണ്. പോകുന്ന വഴി നമ്മൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു സർക്കിൾ കെ കണ്ടപ്പം അടുത്ത ഷോപ്പിൽ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി പോവുക. എന്ന് വെച്ചാൽ ഇപ്പം സമയം 7 മണി ആവാറായി. അപ്പോൾ ഇനി കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ ചിലപ്പം ഷോപ്സൊക്കെ ക്ലോസ്ഡ് ആവും, അപ്പോൾ നമുക്കൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഇപ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ എന്താ കിട്ടുന്നതെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം എന്താ കഴിക്കാൻ അവിടെ കിട്ടുന്നതെന്ന്. നമ്മുടെ ഫ്രണ്ടിലൊരു തടി ലോറി ആട്ടോ പോകുന്നേ. ഇതുണ്ടോ അയർലൻഡിൽ തടി കൊണ്ടുപോകുന്നേ. അവർ ഭയങ്കര സേഫായിട്ട് കേട്ടോ കൊണ്ടുപോകുന്നേ. Yes, dear. ഞാൻ അയർലൻഡിൽ വന്നിട്ട് ഇവിടെ ആദ്യമായിട്ടാട്ടോ തടി ഇങ്ങനെ വണ്ടിയിൽ കൊണ്ടുപോകുന്ന കാണുന്നത്. ഓവർടേക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓവർടേക്ക് ചെയ്യുമ്പോൾ സൈഡ് കാണിച്ചു തരാം. വണ്ടി ഫുള്ള് സിംഗിൾ വീലാണ് കേട്ടോ, നമ്മുടെ അതേപോലെ ഡബിൾ വീലൊന്നും അല്ല. ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ സിംഗിൾ വീല് വണ്ടിയാണ്. കുറേ വീൽസ് ഉണ്ട്. ചെറിയൊരു സിറ്റി ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഓവർടേക്ക് ചെയ്യാനും പറ്റത്തില്ല. ഓവർടേക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫ്രണ്ടിൽ വലിയൊരു മലയാട്ടോ. ഒരു മരം പോലും ഇല്ല അതിന്റെ അത്, ചുമ്മാ പുല്ല് മാത്രം. ഈ ക്ലീൻ ഷേവ് ചെയ്ത് വെച്ചേക്കുന്ന പോലെ ഉണ്ട് കേട്ടോ, മുട്ട അടിച്ച് വെച്ചേക്കുന്ന പോലെ ഉണ്ട്. മരം എല്ലാം വെട്ടിക്കളഞ്ഞേക്കാൻ എനിക്ക് മലയില്ല, അത് അവസ്ഥയാണ്. എന്നിട്ട് താഴെ ചെറിയ ചെറിയ വീടുകളും. അവരെങ്ങനെ അങ്ങോട്ട് പോണേന്ന് പോലും നമുക്ക് അറിയത്തില്ല. കുഞ്ഞു കുഞ്ഞു വീടുകളുമാണ് കേട്ടോ. റോഡിന്റെ രണ്ട് സൈഡിലും മരം ആയതുകൊണ്ടൊന്നും കാണിക്കാൻ പറ്റില്ല. ഈ സൈഡ് നമ്മുടെ ഒരു സൈഡ് വലിയ മലകളാണ് കേട്ടോ. വലിയ മലയാ. രണ്ട് സൈഡിലും ഈ ഗവൺമെന്റ് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ മരങ്ങൾ വലുതായി കഴിയുമ്പോഴാണ് ഇവിടെ വീടൊക്കെ പണിയാൻ വേണ്ടി ഈ മരങ്ങൾ തന്നെയാണ് അവർ വെട്ടിയെടുക്കുന്നത്. ഫ്ലോറിങ് ചെയ്യാനും അതിന്റെ മുകളിൽ റൂഫ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ തടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ തടി വളരുമ്പോൾ വെട്ടുന്നതനുസരിച്ച് ഇവർ നട്ടുകൊണ്ടിരിക്കും. നമ്മുടെ നാട്ടിൽ തെങ്ങാണ് റൂഫ് പണിയാൻ ഉപയോഗിക്കുന്നത്. ഇവിടെ ഫ്ലോർ ടൈലൊന്നും കൊടുക്കാൻ ആൾക്കാർ ഇടാറില്ല, തടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ തടിയാണ് ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ട്. നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന മലയിൽ ഒരു സൈഡിൽ കളർ ചേഞ്ച് കണ്ടോ, അവിടെ വയലറ്റ് കളറുള്ള പൂവാന്ന് തോന്നുന്നു കേട്ടോ. താഴെ എത്തുമോ? നമ്മുടെ മലയുടെ ചോട്ടിക്കൂടെയാണ് പോകുന്നത്. പൂക്കളാന്ന് തോന്നുന്നല്ലേ? അതെ, പൂക്കളാണെന്നാ തോന്നുന്നത് കണ്ടിട്ട്. നമ്മൾ നെക്സ്റ്റ് ഒരു നല്ല വ്യൂ പോയിന്റ് കണ്ടപ്പോൾ നിർത്തിയതാണ്
പറയും, പേര് എനിക്ക് അറിയത്തില്ല കേട്ടോ. ദേ. ഇതുണ്ട്, ഇതിൻ്റെ ബാക്കിലും വലിയൊരു മലയാണ് കേട്ടോ. അതിൻ്റെ താഴെയാണ് ചെറിയ കെട്ടിടമൊക്കെ. ഇത് കണ്ടോ, ഇവരിവിടെ ഇങ്ങനെ കല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നത്. ഒന്നും പറയണ്ട കേട്ടോ. ഇവിടെ വെച്ചു നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. കാണിച്ചത് റെയിൽവേ സ്റ്റേഷൻ. ട്രെയിനാണ് കാണാൻ തോന്നുന്നു. ആ, ഇത് മേളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ട്രെയിനിൻ്റെ പാളമാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ക്യാമറ പിടിച്ചു. അടിപൊളിയല്ലേ? മേളിൽ കൂടെ ട്രെയിൻ പാളമാണെന്ന് തോന്നുന്നത് കണ്ടിട്ട്. രസമുണ്ടല്ലേ? ട്രെയിൻ കാണട്ടെ. കണ്ടോ? ട്രെയിൻ കാണട്ടെ. എന്തോ? ബീച്ചിൽ പോകാം. ആ, ബീച്ചിൽ പോകാലോ. ബീച്ചിൽ പോവാം. അതിന്റെ ബീച്ചാണ്. കാണാത്ത കഴിക്കാം. ദേ ചെറിയ തുരങ്കം ഉണ്ട് അവിടെ. പഴയ റെയിൽവേ ട്രെയിൻ പാളം എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു. അത് അല്ലെങ്കിൽ ഇത് പഴയ വഴി. കണ്ടോ? അതിലൂടെ ഒരു തുരങ്കം ഉണ്ട്. പക്ഷെ ഇപ്പോൾ വഴിയൊന്നും ഇല്ല അവിടെ. എല്ലാം നശിച്ചു പോയി. ഉണ്ടോ? പശു 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 അപ്പായുടെ പിങ്ക് പശു ഓറഞ്ച് പശു ഇതുണ്ടോ, വഴി നിറച്ച് പൂക്കൾ വെച്ചുപിടിപ്പിച്ചേക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. കുറച്ച് ദൂരമായി ഇതുണ്ട്. അതെ, കുറച്ച് ദൂരമായിട്ട് ഇതുണ്ട്. ഞങ്ങൾ പക്ഷെ എടുത്തില്ല. ഇത് കഴിയുന്നില്ലല്ലോ എന്ന് ഓർക്കത്തപ്പോഴാണ് പിന്നെ അതെന്നാ ക്യാമറയിൽ അത് എടുത്തേക്കാന്ന് വിചാരിച്ചേ. ട്രെയിൻ ബീച്ച് എന്നുള്ള സ്ഥലമാണ്. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ അതാണ് നമ്മൾ ഇട്ടത്. നമുക്കറിയില്ല ബീച്ച് നമ്മൾ എത്തി. നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് നമുക്കൊരു 600 മീറ്റർ കൂടെ ഉള്ളൂ. ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. നമ്മൾ ചുമ്മാ ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്തേ ഉള്ളൂ. ഇങ്ങോട്ടേക്ക് എന്താന്നുള്ളത് നമ്മൾ നോക്കാം. എന്തായാലും റോഡാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. റോഡ് ട്രിപ്പാണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് In ഉദ്ദേശിച്ചത്. 400 meters, you will arrive at your destination. Yes, dear. Yeah, yeah. ഇവിടെ സെന്റർ കാണുന്നത്. നമ്മൾ എന്തായാലും സെന്ററിൽ കയറാൻ പോവാ. സെന്ററിൽ നമ്മൾ കയറാൻ പോവാ. എന്തായാലും നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ എന്ന് നോക്കണം. നമുക്ക് അപ്പുറം പാർക്ക് ചെയ്യാം അല്ലേ? ഹലോ, അപ്പോൾ ദേ നമ്മൾ റിംഗ് ഓഫ് കേരിയൊക്കെ കറങ്ങി. ഇപ്പോൾ ദേ സെൻറ്ററിൽ നിന്ന് ഫുഡും കഴിച്ച് ഇപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ തുടങ്ങുക. ഇപ്പോൾ സമയം 8:07. ഇനി ഒരു 2 മണിക്കൂറും കൂടെ കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ചെല്ലും. ഒറ്റ സ്ട്രെച്ചാണെങ്കിൽ. ഇത് അക്ഷയ് നിൽക്കും, വണ്ടി കയറിയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി എടുക്കും. അതെ, നമ്മളൊരു ടൗണിലോട്ട് കയറിയിരിക്കുകയാണ്. നല്ല അടിപൊളി ടൗണ്. നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ടൗണാണ് കേട്ടോ. പൂക്കളുണ്ടോ? പൂക്കളൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് അവർ മെയിൻറ്റെയിൻ പബ്ബാണ്. ചെയ്തിട്ടുണ്ട്. പബ്ബ് കണ്ടോ? പബ്ബിൽ പൂക്കളും ലൈറ്റൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് നോക്കി. ഡ്രസ്സുണ്ട്. ഈ സൈഡ് കാണിച്ചെടുത്തേ. കണ്ടേ?
എല്ലായിടത്തും പൂക്കൾ വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ പൂക്കളൊക്കെ വെച്ചിട്ട് രസമുള്ള സ്ഥലം. ഈ സിറ്റി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ സമയം ഇപ്പോൾ പയ്യെ ലൈറ്റൊക്കെ പോയി തുടങ്ങി. നമ്മളിപ്പം കെറിയിലെ എയർപോർട്ട് റോഡിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എയർപോർട്ട് റോഡിലോട്ട് ഇപ്പം ഏകദേശം 1 കിലോമീറ്റർ ഉള്ളൂ. നമുക്ക് റൈറ്റ് സൈഡിലാണ് എയർപോർട്ട്. വലിയ കാര്യമായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല ഈ ഷെഡിലൊക്കെ നിൽക്കുന്നതാണ്. കെട്ടിടം കാണുന്നതാണ് കെറി എയർപോർട്ട്. ചെറിയ എയർപോർട്ടാണ് കേട്ടോ. ഇന്റർനാഷണൽ എയർപോർട്ട് ഒന്നുമല്ല. ഇന്റർനാഷണൽ എയർപോർട്ട് ഒന്നും അല്ല, ചെറിയ എയർപോർട്ട്. ഫ്ലൈറ്റ് കണ്ടോ? ഫ്ലൈറ്റ് കണ്ടോ? ഫ്ലൈറ്റ് ഇതാണ് എയർപോർട്ടിലോട്ടുള്ള എൻട്രി, കെറി എയർപോർട്ട്. എയർപോർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് 58 കിലോമീറ്റർ ട്രാവൽ ചെയ്യാനുണ്ട്. ഇപ്പൊ സമയം 8:45. നമുക്കിനി 1 hour 10 minute കൂടെ ട്രാവലിംഗ് ടൈം കാണിക്കുന്നുണ്ട്. 10 മണിയൊക്കെ സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ അതെ, ഇനി ഒരിടത്ത് സ്റ്റോപ്പ് ചെയ്യുന്നില്ലെങ്കിൽ ലൈറ്റ് ഒക്കെ പോയി തുടങ്ങി. ഹലോ, അപ്പൊ അതെ നമ്മൾ വീടെത്താറായി. നമ്മൾ ടോട്ടൽ ഒരു 370 കിലോമീറ്ററോളം ഓടി. ഡ്രൈവ് തന്നെ ഒരു 6.5 മണിക്കൂറോളം ഉണ്ടായിരുന്നു. ഏകദേശം 2-2.5 മണിക്കൂർ നമ്മളവിടെ കണ്ടുള്ളൂ. ടോട്ടൽ ഇപ്പം നമ്മൾ 1 മണിക്ക് പോയതാണ്. ഇപ്പം മണി 10 ആയി. 9 മണിക്കൂറാണ് നമ്മുടെ ജേണി ഉണ്ടായിരുന്നത്. അപ്പോൾ അതേ ബിക്ക് ഇവിടെ ഉറങ്ങാതെ എഴുന്നേറ്റ് ഇരിപ്പുണ്ട്. മടുത്തു, ശക്തി മടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഏറെക്കുറെ ടയേർഡായി, എല്ലാവരും ടയേർഡായി. അതെ, നമ്മളിപ്പോൾ അതെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ തിരിച്ച് നമ്മുടെ എസ്റ്റേറ്റിലോട്ട് കയറി നമ്മുടെ വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ, നമ്മൾ ഈ വളവ് അങ്ങ് തിരിഞ്ഞ് കയറിയ നമ്മുടെ വീടെത്തി. അപ്പം ഇനി ചെന്ന് ഒന്ന് ഫ്രഷ് ആവുക, കയറിക്കണം പറഞ്ഞാൽ ഫുഡടിയൊക്കെ കഴിഞ്ഞാണ്. അത്രേ ഉള്ളൂ. കാര്യം ഞങ്ങൾ പോയ വഴിയല്ല തിരിച്ചു വന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടായില്ല. പെട്ടെന്ന് ഇങ്ങ് എത്തി. പോയ റോഡ് ഭയങ്കര മോശം റോഡായിരുന്നു. ആ റോഡ് വഴി തിരിച്ചു വരണമെങ്കിൽ റെസ്റ്റ് എടുത്തേനെ. അതെ, അതുകൊണ്ടാണ് ഞങ്ങൾ എങ്ങനെയാ അൺപ്ലാൻഡ് ആയതുകൊണ്ട് എങ്ങനെയാ തിരിച്ചു എത്തുമോ ടയർഡ് ആവുമോന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഡുവറ്റും റെസ്റ്റ് എടുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോയത്. പക്ഷെ അതൊന്നും എടുക്കേണ്ട വന്നില്ല. ഇങ്ങോട്ട് വന്നപ്പോ അതെ തിരിച്ചു നോക്കിയപ്പോൾ നല്ല റോഡാണ്, നമുക്ക് പരിചയമുള്ള റോഡാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് ആ വഴി ട്രാവൽ ചെയ്തിട്ടുണ്ട്. സോ എനിക്കറിയാവുന്ന റോഡായതുകൊണ്ട് പിന്നെ ഞാൻ നിങ്ങൾക്ക് പോകുന്നു. വലിയ ഡിഫിക്കൽട്ടായ കാര്യമല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അവിടെ എത്തി. ഇവിടെ വണ്ടി പാർക്ക് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത ട്രിപ്പിൽ കാണാം. ബൈ. ബൈ. മിക്ക ടയർഡായി. ബൈ.